സോ നെക്സ്റ്റ് വൺ ഈസ് ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. സോ നമ്മളിപ്പോൾ ഇവിടെ രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നോർമലി എങ്ങനെ രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 × 2 = 2, 2 × 2 = 4, 3 × 4 = 6, അങ്ങനെ 10 വരെ. അപ്പം ഇവിടെ 2 എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്. ഈ 1 2 3 4 5 6 7 8 9 10 ആണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞാൽ ആ ചേഞ്ച് ആവുന്ന വേരിയബിൾ ഇൻറ്റു ദാറ്റ് കോൺസ്റ്റൻറ്റ് നമ്പർ = 2. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് നമ്പർ വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. അപ്പോൾ 2 എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് ആയതുകൊണ്ട് നമ്മൾ 2 എന്ന് പറയുന്ന നം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. സോ ഇനി നമുക്കൊരു വേരിയബിളാണ്, ഈ ഒരു വാല്യൂ ഇങ്ങനെ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഐക്ക് നമ്മൾ ഐന്ന് എടുത്തു, ഇതിനെ ഐന്ന് എടുത്തു. അപ്പോൾ ഇനീഷ്യലി i = 1 നമ്മൾ കൊടുത്ു. ഈ 1 എന്ന് പറയുന്ന <= 10 ആണോ? അതായത് നമുക്ക് 10 വരെയാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ 10 ആണ്. അപ്പോൾ പ്രിൻറ്റ് ഐ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇനീഷ്യലി ഐയുടെ വാല്യൂ 1 ഇൻറ്റു സൈൻ നമ്മളിത് അതേമാതിരി തന്നെ നം എന്ന് പറയുന്നത് എന്താണ് 2 = ഈ സ്റ്റാർ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. നം ഇൻറ്റു ഐ എന്ന് പറയുന്നത് 1 × 2 എന്ന് പറയുന്നത് 2. ദെൻ ഐ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, i = 2, 1 + 1 2. അപ്പോൾ 2 എന്ന് പറയുന്നത് <= 10 ആണോ? അപ്പോൾ അതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റിൽ i = 2 × 2 = 4. അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഇതിങ്ങനെ വന്ന് 10 ആവും. ഐയുടെ വാല്യൂ 10 ആകുമ്പോൾ നമ്മൾ എന്ത് എഴുതും, 10 × 2 = 20. ദെൻ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു 11 ആകുമ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ്. അപ്പോൾ ഈ ഫോർ ലൂപ്പ് ഇവിടെ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വർക്ക് ചെയ്യുന്നത്.